ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അധികം ആരും കഴിക്കാൻ സാധ്യതയില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ്, ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചൂട് ചായയോടൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന, ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന, അതുപോലെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. ഇപ്പോൾ ഇഫ്താറിൻ്റെ ഒക്കെ ഒരു സമയത്ത് നമുക്ക് കഴിക്കാനും അല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു 4 മണി പലഹാരമായിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 4 മുട്ട ഞാനൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ 4 മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെറുതായിട്ടുള്ളത് അരിഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ബീൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഈ ഒരു സവോളയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി പറഞ്ഞ പോലെ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ളൊരു വേർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. പക്ഷേ ഇതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനൊന്നാക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ ഒരു 2 മിനിറ്റ് കൂടുതൽ എടുത്തിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എങ്കിലാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. മാവ് ഇവിടെ റെഡിയാണ് കേട്ടോ. നോക്കിക്കാൻ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും മാവ് കുഴച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടെ എക്സ്ട്രാ നമ്മളൊരു സമയം എടുത്ത് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ഇത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ഞാനിതൊരു ഷേപ്പിനകത്ത് ആക്കിയെടുക്കുന്നതെന്ന് പറയാം. ഞാനിവിടെ 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 2 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേരുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്കിനെ നമ്മൾ ഹാഫ് മൂൺ സ്നാക്ക് എന്നൊക്കെ വിളിക്കും. കാരണം ഇതൊരു ചന്ദ്രൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരി, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചപ്പാത്തി കണക്കിന്, അത്രയും വലിപ്പത്തിലൊന്നും വേണ്ട. നിങ്ങൾക്ക് എത്രത്തോളമാണോ ആ സ്നാക്കിന് വലിപ്പം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അത്രയും എടുക്കുക. ഞാനിന്നൊരു മീഡിയം അല്ല, മീഡിയത്തേക്കാൾ അല്പം ലാർജ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ലാർജിന് തൊട്ട് താഴെയുള്ള രീതിയിലാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനൊന്ന് പരത്തിയെടുത്തിട്ട് വരാം. അപ്പം നമുക്കിനി ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണത്. അപ്പോൾ ആ ഒരു മുട്ടയുടെ മിക്സിയിൽ നിന്ന് 1, 2, 3 ടേബിൾ സ്പൂണോളമുള്ള മുട്ട നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്ന ചപ്പാത്തിയുടെ വലിപ്പം അനുസരിച്ചായിട്ടാണ് കൂടുതൽ ചേർക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോവും നമ്മൾ ഒഴിച്ചിട്ടുള്ള മുട്ട. അപ്പോൾ ഞാൻ മുട്ട ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ലീക്ക് ആവുമെന്ന് തോന്നും. അങ്ങനെ ഒത്തിരിയൊന്നും ലീക്കായി പോകത്തൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്നാൽ നല്ല കറക്റ്റായിട്ട് അതവിടെ അങ്ങനെ ഇരുന്നോളും, സീൽ ചെയ്ത പോലെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഞാനിന്ന് ഇതുപോലത്തെ ഒരു കട്ടറുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു റാറ പോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ട് ഈ ഇതെന്താ പറയുക, ഒരു പകുതിക്ക് കണ്ടോ ഇതുപോലെ ഞാനതൊരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഹാഫ് മൂൺ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്കല്ലാതെ തന്നെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ആക്കിയെടുത്തിട്ട് വരാം.
ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷേപ്പ്. ഞാൻ പറഞ്ഞില്ലേ നല്ല സീൽ ചെയ്ത പോലെയാണ് ഇരിക്കുക. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതെവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ സാധാരണയൊക്കെ പലഹാരങ്ങളൊക്കെ ചുട്ട് വറുത്തെടുക്കുന്നത് പോലെ തന്നെയാണ്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങളിത് മുട്ട ലീക്ക് ചെയ്ത് പോവുമോ എന്നുള്ളൊരു പേടിയും വേണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സീൽ ചെയ്ത പോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിവിടെ എണ്ണ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു സ്നാക്ക് നമ്മൾ ഇടുന്നതിന് മുന്നേ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ നോക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറമൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ, പക്ഷേ ഇതിൻ്റെ അകം വെന്ത് കാണത്തില്ല. കാരണം ഗോതമ്പാണ്, ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എണ്ണ ഒന്ന് കോരി കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ മേലൊന്ന് കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ കളറൊക്കെ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അധികം ആരും ട്രൈ ചെയ്യാത്തൊരു സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർത്തും ഇഷ്ടപ്പെടും. പിന്നെ എരിവ് നിങ്ങൾക്കിപ്പം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അല്പം കൂടെ സ്വാദാണ് കേട്ടോ. ഞാനിത് വളരെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാനിത് വേറൊരു മെത്തേഡും കൂടെ കാണിക്കാം, നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഞാൻ ആ ചപ്പാത്തി പോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി പോലെ പരത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ 2 ടേബിൾ സ്പൂണോളമുള്ള മുട്ടയുടെ മിക്സും ഒഴിച്ചിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പിസ്സ കട്ട് ചെയ്യുന്ന ഒരു കട്ടറാണ്. അപ്പോൾ ആ ഒരു കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഇതിനൊരു ഷേപ്പ് പറയാനാണെന്നുണ്ടെങ്കിൽ ഹാഫ് മൂൺ എന്നൊക്കെയാണ് പറയുന്നത്, ആ ഒരു ഷേപ്പിലോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്നിട്ട് ഇതും സാധാരണ പോലെ തന്നെ വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. നോക്കിക്കേ, കാണാനും അതിലേറെ കഴിക്കാൻ അതിലേറെ രുചിയുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചട്നി വെച്ചിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടൊമാറ്റോ സോസ് വെച്ചിട്ട് കഴിക്കാം. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. കാരണം ആ മുട്ടയുടെ ഫ്ലേവറും അതുപോലെ ആ സോസിൻ്റെ ഫ്ലേവറൊക്കെ കൂടെ നല്ലൊരു സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ചപ്പാത്തി കഴിക്കാനൊക്കെ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നൊരു ഡിഫറെൻറ്റ് വെറൈറ്റി, കാണാനൊക്കെ ഒരു ഭംഗിയുള്ളൊരു സ്നാക്കും കൂടി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനും തോന്നും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.